ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചായിരുന്നു. സോ ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. ടോപ്പിക്കിൻ്റെ പേര് ബാർബെൻഡിങ് ഷെഡ്യൂൾ. ഐ തിങ്ക് നിങ്ങളിതെല്ലാവരും ബിടെക് കരിക്കുലത്തിൽ പഠിച്ചതാണ്. എങ്കിലും ഒന്നുകൂടി നോക്കേണ്ട ആവശ്യമാണ്. കാര്യം എസ്റ്റിമേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ. വൺസ് നിങ്ങൾ ജോബിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ബാർബെൻഡിങ് ഷെഡ്യൂൾ ഉദ്ദേശിക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഉണ്ട് അല്ലേ? നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ യൂസ് ചെയ്യാറുണ്ട്. കാര്യം കോൺക്രീറ്റ് നമുക്കറിയാം, കോൺക്രീറ്റ് എന്ന് പറയുന്നത് നോർമൽ PCC ആണ്, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും ഉണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലിന് ടെൻഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്. കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ, വീക്ക് ഇൻ ടെൻഷൻ അല്ലേ? സോ ടെൻഷൻ ഫോഴ്സ്, അത് ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു കംപ്രഷൻ ഇഫക്റ്റാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു പുറത്തേക്ക് ടെൻഷൻ ഫോഴ്സ് കൊടുക്കുന്ന പോലെയാണ്. രണ്ട് സൈഡിൽ നിന്നും പുറത്തേക്ക് വലിക്കുമ്പോൾ ഉള്ള ഫോഴ്സ് ടെൻഷൻ. സോ ടെൻഷൻ ഫോഴ്സ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കോൺക്രീറ്റിന് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ടെൻസൈൽ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റിനകത്തേക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ എംബഡഡ് ആക്കും. ഓക്കെ, സോ മനസ്സിലാക്കുക, ടെൻഷൻ വരുന്ന പോർഷനിലേക്കാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. കാര്യം കംപ്രഷൻ ഫോഴ്സ് ഒരു വസ്തുവിൽ, ഒരു സ്ട്രക്ചറിൽ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റിന് എടുക്കാൻ പറ്റും. പക്ഷെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് വീക്ക് ആയതുകൊണ്ട് അവിടെ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ ആ പോർഷനിൽ ഈ യൂസ് ചെയ്യുന്ന എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നുള്ള, എത്രത്തോളം റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ഒരു കോൺക്രീറ്റ് മെമ്പറിൽ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് കോൺക്രീറ്റ് ഡിസൈനാണ്. നമുക്കറിയാം, IS 456-2000 മെത്തേഡ് ഓഫ് ഡിസൈൻ, നമ്മൾ ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ബിടെക്കിൽ പഠിച്ചതാണ്. സോ അതിനകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഡിസൈൻ ചെയ്ത് സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഡിസൈൻ ചെയ്യുന്ന കാര്യമൊക്കെ. സോ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടും റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഇത്ര നമ്പർ ഓഫ് ബാർസ് അല്ലെ, ഇത്ര ഡയമീറ്റർ ബാർസ്, ഇത്ര നമ്പേഴ്സ് ബീമിനകത്തൊക്കെ. അല്ലെങ്കിൽ സ്ലാബിൻ്റെ കേസ് ആണെങ്കിൽ എങ്ങനെ പറയും, നമ്മൾ ഒരു സ്ലാബ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത്ര ഡയമീറ്റർ ബാർസ് പ്രൊവൈഡഡ് അറ്റ് സ്പേസിങ് ഓഫ് 100 mm സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്, അതായത് 100 mm ഒരു ബാറിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ബാറിൻ്റെ സെൻറ്റർ വരെ 100 mm വേണം, ആ രീതിക്ക് സ്പേസ് ചെയ്ത് കൊടുക്കണം സ്ലാബിൻ്റെ കേസിൽ. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. സോ ഡിസൈനിൽ നിന്ന് നമുക്ക് വൺസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? സൈറ്റിൽ, വർക്ക് പ്രൊജക്റ്റിൻ്റെ കേസിൽ ആ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ വിങ് മെമ്പേഴ്സ് ഡിസൈൻ ചെയ്ത് എന്താണ് ഡ്രാഫ്റ്റിംഗ്, വൺസ് ഇതിൻ്റെ എല്ലാം പ്രോപ്പർ ഡ്രോയിങ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ക്വാണ്ടിറ്റി സർവേയറുടെ ഈ ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉദ്ദേശം ആസ് എ ക്വാണ്ടിറ്റി സർവേയർ നമ്മൾ ചെയ്യാനുള്ളത് ക്വാണ്ടിറ്റി എടുക്കുക. പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ് റെഡിയാണ്. ഡ്രോയിങ് റെഡിയാവുന്നത് എങ്ങനെയാണ്? സ്ട്രക്ചറൽ സൈഡ്, സ്ട്രക്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഡിസൈൻ ചെയ്തിട്ട് ഡ്രാഫ്റ്റിംഗ് ആൾക്കാരുടെ കയ്യിൽ കൊടുക്കും. സോ അങ്ങനെ എന്താണ്, അങ്ങനെ വൺസ് ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാം. സോ ക്വാണ്ടിറ്റി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഈ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി, ഒരു പ്രൊജക്റ്റിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഷെഡ്യൂൾ, ഒരു ടാബുലർ ഫോമാറ്റിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ അതിന് ഒരുപാട് പ്രയാസമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് ഒരു ഫോളോ ചെയ്യേണ്ട ചില പാറ്റേൺസ് ഉണ്ട്. സോ ആ പാറ്റേൺ വെച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കരുതുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സ്ലൈഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻഷൻ സൈഡിലാണ് അല്ലേ. ടെൻഷൻ സൈഡിൽ ഏതൊരു സ്ട്രക്ചറിന്റെയും ടെൻഷൻ ഏത് സോണിലാണോ വരുന്നത് ആ സോണിൽ നമ്മൾ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ശ്രദ്ധിച്ചാൽ മതി. ബീമിന്റെ കേസിലാണെങ്കിൽ ഇപ്പം സപ്പോസ് ഇത് ഒരു ബീമാണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബീമിന്റെ ടോപ്പിൽ ഒരു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെന്ന് കരുതുക. പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ബെൻഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ബെൻഡിങ് വരുന്ന സമയത്ത് താഴ്ഭാഗം നീളം കൂടുകയും മോൾ ഭാഗം നീളം കുറയുകയും ചെയ്യും. സോ ആ താഴ്ഭാഗത്താണ് നീളം കൂടുമ്പോൾ ഒരു ടെൻഷൻ ഫോഴ്സ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ താഴ്ഭാഗത്തിന് നീളം കൂടാനുള്ള സാധ്യതയാണ്. സോ അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബീമിന്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കും. സോ ആ റീഇൻഫോഴ്സ്മെന്റ് പല രീതിയിൽ കൊടുക്കാം. ആസ് പെർ ഡ്രോയിങ് ആണ്. അത് പല രീതിയിൽ, വൺസ് നിങ്ങൾക്ക് ഡ്രോയിങ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പല രീതിയിൽ കാണപ്പെടാറുണ്ട്. സോ അങ്ങനെ പല രീതിയിൽ കാണപ്പെടുന്ന ചില ബാഴ്സ്, റീഇൻഫോഴ്സ്മെന്റ് ബാഴ്സ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് ഇപ്പോൾ ഒരുപാട് ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ സ്ട്രെയിറ്റ് ബാർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്രാങ്ക്ഡ് ഓർ ബെൻഡപ്പ് ബാർ കാണിച്ചിട്ടുണ്ട്. സോ രണ്ട് ടൈപ്പ് ബാറാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. സോ എയ്തർ നമുക്ക് എന്താണ് റീഇൻഫോഴ്സ് ഒരു സ്ലാബ് കൺസിഡർ ചെയ്താൽ അത് ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ചില കേസിൽ എന്ത് പറ്റും, സ്ലാബിൻ്റെ കേസിൽ തന്നെ ഒരു ബാറ് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ അതിൻ്റെ തൊട്ടടുത്ത ബാറ് ബെൻഡപ്പ് ആക്കി കൊടുക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ബെൻഡപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫിഗറിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ബോട്ടത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട്, ബോട്ടത്തിൽ ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് പിന്നെ മുകളിലേക്ക് ഒരു കട്ടിങ് കൊടുത്ത് ഇങ്ങനെ എൻഡ് വന്ന് പിന്നെ അതിൻ്റെ എൻഡിലൊരു കർവ്ഡ് പോർഷൻ, ഒരു ഹുക്ക് പോലെ പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് ബെൻഡപ്പ് ബാർ. അതിൻ്റെ റീസൺ ബെൻഡപ്പ് ബാറായിട്ട് കൊടുക്കുന്നത് എക്കണോമിക്കൽ ആവാനും ആവശ്യത്തിനൊക്കെ കൊടുത്താൽ മതിയല്ലോ. സോ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ബെൻഡപ്പ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കുക. ഇനി ആദ്യം സ്ട്രെയിറ്റ് ബാറിൻ്റെ കാര്യം പറയാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്ട്രെയിറ്റ് ബാറിൻ്റെ ലെങ്ത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാണ്. റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി ഏത് യൂണിറ്റിലാണ് എടുക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി വിചാരിക്കുക. ഏത് യൂണിറ്റിലാണ്? യൂണിറ്റ് എന്ന് പറയുന്നത് വെയിറ്റിലാണ്. ഇറ്റ് ക്യാൻ ബി either in ക്വിൻ്റൽ, ഇറ്റ് ക്യാൻ ബി ഇൻ ടൺ, ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ കിലോഗ്രാം അല്ലേ. അപ്പോൾ ഏത് യൂണിറ്റ് ആണ്, വെയിറ്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീലിന്റെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു യൂണിറ്റ്. സോ വെയിറ്റിലേക്ക് എത്തണം അല്ലേ. വെയിറ്റിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്താണ്, ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് വേണ്ടത്? സോ അങ്ങനെ വെയിറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ നമുക്കറിയാം, പർട്ടിക്കുലർ വാല്യൂ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ആ മാസ് ബൈ വോളിയത്തിനെ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. അതായത് വെയിറ്റിൽ നമുക്ക് ഇത് ചെയ്യാം. മാസ് വെയിറ്റ് ഡിഫറെൻ്റ് ആണെന്ന് അറിയാം, എങ്കിലും കിലോഗ്രാമിൽ പറയാണ്. സോ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. സോ നമുക്ക് വേണ്ടത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാമിൽ കിട്ടും. സോ വോളിയം നമുക്ക് വേണം, ഡെൻസിറ്റി നമുക്കറിയാം, വോളിയം വേണം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലെ. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. സോ നമുക്ക് ലെങ്ത് വേണം, ഏരിയ വേണം അല്ലേ. സോ ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. കാര്യം ഒരു റൗണ്ട് ഷേപ്ഡ് ബാർ ആണെങ്കിൽ πr² അല്ലേ, അല്ലെ π/4d² വെച്ചിട്ട് നമുക്ക് ആ ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ, സപ്പോസ് ഇത് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ നമുക്ക് ക്രോസ് സെക്ഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഈ ലെങ്ത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മാസ് എന്ന് പറയുന്നത്
വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് മാസ്. ഓക്കെ, സോ ഇനി പറയാനുള്ളത് ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, ലെങ്ത് നമുക്ക് വേണം. സോ ആ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാബന്യൂ ഷെഡ്യൂളിനകത്ത് ഈ പാർട്ട് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു നീളമുള്ള സ്ട്രെയിറ്റ് ബാർ, ആദ്യം സ്ട്രെയിറ്റ് ബാർ പറയാണ്. സോ സ്ട്രെയിറ്റ് ബാറിന്റെ കേസിൽ സപ്പോസ് ഇപ്പോൾ ബീം ഇങ്ങനെ ഒരു ബീം ഉണ്ടെന്ന് കരുതുക. സോ ബീമിനകത്ത് ഈ ബാർ ഇങ്ങനെ വെച്ചേക്കുകയാണ് സപ്പോസ്. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് ഇവിടെ ഒരു കവർ പോർഷൻ ഉണ്ട്, കവറൊക്കെ കൺസിഡർ ചെയ്യാം. സോ അതിന് മുമ്പ് ഈ ബാറിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ആദ്യം ഹൊറിസോണ്ടൽ ലെങ്ത് L. ഓക്കെ, പിന്നീട് ഇവിടെ എൻഡിൽ, ഈ എൻഡ് പോർഷനിൽ വന്നു കഴിയുമ്പോൾ പിന്നുള്ളത് ഒരു ഹുക്കാണ്. ഓക്കെ, ഹുക്കിന്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വൺ സൈഡിൽ 9D എന്നൊരു കാര്യമാണ് കൺസിഡർ 9D. ഓക്കെ, സോ 9D ആണ് ഒരു സൈഡിലെ ഹുക്കിന്റെ ലെങ്ത്. സോ രണ്ട് സൈഡ് ഹുക്ക് വരുമ്പോൾ എത്രയാവും? 18D. അതുകൊണ്ടാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബാർ ഈക്വൽസ് L പ്ലസ് 18D. ഓക്കെ, സോ L പ്ലസ് 18D ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ബാർ ആയിട്ട് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L പ്ലസ് 18D, വേർ D ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. ഓക്കെ, ലെങ്ത് എന്ന് ഒന്നുകൂടെ പറയാണ്. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് സൈഡിലും ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L പ്ലസ് 18D. L എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ലെങ്ത് ആണ്, അതിന്റെ കൂടെ ഹുക്കിന്റെ ലെങ്ത് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, സോ അതിനുശേഷം ഇനി പറയാൻ പോകുന്നത് ഇവിടെ ഒരു ഓവർലാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഈ ഓവർലാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എപ്പോഴാണ് ഒരു ഓവർലാപ്പ്, ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാറും അടുത്ത റീഇൻഫോഴ്സ്മെന്റ് ബാറും കൂടി ഓവർലാപ്പ് ചെയ്ത്, ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാറും അടുത്ത റീഇൻഫോഴ്സ്മെന്റ് ബാറോട് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുന്ന എപ്പോഴാണ്? ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ലെങ്തിനേക്കാൾ കൂടുതൽ ഒരു സ്ട്രക്ചറൽ നമ്പറിന്റെ ലെങ്ത് വരുമ്പോൾ, എന്നോട് പറയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ലെങ്തിനെക്കാട്ടിലും കൂടുതൽ എവിടെയാണോ ഈ റീഇൻഫോഴ്സ്മെന്റ് ബാർ യൂസ് ചെയ്യുന്ന ആ സ്ട്രക്ചറിന്റെ നീളം അതിനേക്കാൾ, റീഇൻഫോഴ്സ്മെന്റ് ബാറിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബാറും അടുത്ത ബാറോട് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കാര്യം എപ്പോഴും ആ ഒരു മെമ്പറിന്റെ എൻഡ് വരെ വേണമല്ലോ, ഈ ബാർ കൊടുക്കേണ്ടി വരുമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഓവർലാപ്പിംഗ് ലെങ്ത് ആണ് ഇവിടെ 40D to 45D. 40D to 45D ആണ് നമ്മൾ ആ ഒരു ലെങ്ത്, ഓവർലാപ്പിംഗ് ലെങ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഓവർലാപ്പിംഗ് ലെങ്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി കരുതുക. സോ സപ്പോസ് ഇവിടെ ഇപ്പം ഇതിന്റെ എൻഡിൽ ഇങ്ങനൊരു ഹുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ രണ്ട് ബാർ വരികയാണെന്നിരിക്കട്ടെ. സോ ആ കേസിൽ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ നീളം എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ബാറിന്റെ നീളം L പ്ലസ് 18D ആണ്. അപ്പോൾ രണ്ട് ബാർ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബാറിന്റെ നീളം L പ്ലസ് 18D. അതേപോലെ ഇപ്പുറത്തൊരു റീഇൻഫോഴ്സ്മെന്റ് ബാർ ഉണ്ട്, ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാർ L പ്ലസ് 18D. അതേപോലെ അടുത്ത റീഇൻഫോഴ്സ്മെന്റ് ബാർ ഇവിടെ L പ്ലസ് 18D. അപ്പോൾ കഴിഞ്ഞോ? അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 40D എന്നുള്ള പോർഷൻ കൂടെ നമ്മൾ കൊടുക്കണം. സോ അത് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും.
ഓക്കെ, അതിനുശേഷം പിന്നീട് വരുന്നതാണ് ബെൻഡപ്പ് ബാർ അല്ലെങ്കിൽ ക്രാങ്ക്ഡ് ബാർ എന്ന് പറയുന്ന ആ, രീതി. ഓക്കെ, സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്രാങ്ക്ഡ് ബാർ ഓർ ബെൻഡപ്പ് ബാർ. സോ ഈ കേസിൽ ശ്രദ്ധിക്കുക, ഈ നീളത്തിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ചില സമയത്ത് എക്കണോമിക്കലാണ് ഈ ബെൻഡപ്പ് ബാർ കൊടുക്കുന്നത്. കാര്യം ബെൻഡപ്പ് ബാർ എന്ന് പറഞ്ഞാൽ ഇത് സെക്ഷൻ ആയിട്ട് നോക്കുന്ന വ്യൂ ആണ്, പ്ലാൻ അല്ല, സെക്ഷൻ ആണ്. സോ ആ, ഒരു ബീമിനെ നമ്മൾ കട്ട് ചെയ്ത് വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് മാറ്റി നോക്കുമ്പോൾ ഒരു ബാർ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ നേരത്തെ ഞാൻ വരച്ചിരുന്നല്ലോ, ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇതൊരു ബീമിന്റെ ക്രോസ് സെക്ഷൻ പോലെ കരുതുക. സോ ഇത്രയും വരില്ല, ഇവിടെ റീഡ്രോ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും, ഒരു ബീമിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് ബാർ ഇരിക്കുന്നു. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ നേരത്തെ വരച്ചതിനകത്ത് ആ രീതിയിലും നമുക്ക് ബീമിനകത്ത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, നീളത്തിലും കൊടുക്കാം. അതല്ല ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കാം. ഇങ്ങനെ ഈ ബെൻഡപ്പ് ബാർ ആയിട്ട് കൊടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചില സമയത്ത് ഡബിൾ റീഇൻഫോഴ്സ്മെന്റും കാര്യങ്ങളൊക്കെ വരും. അത് മാത്രമല്ല ചില സമയത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ടോപ്പ് സർഫസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കേസിലും ബോട്ടത്തിൽ തന്നെ ആവണം എന്നില്ല. ചില കേസിൽ ടോപ്പ് സൈഡിലേക്ക് ടെൻഷൻ കോൺസെൻട്രേഷൻ വരുന്ന സമയം നമുക്ക് ടോപ്പിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ആ സമയത്ത് നമുക്ക് എന്താണ്, ഓൾട്ടർനേറ്റ് ബാർസ് ബെൻഡപ്പ് ബാർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക്കൽ ആയിരിക്കും. അല്ലാതെ സെപ്പറേറ്റ് ബാർ ടോപ്പിൽ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അഡീഷണൽ ബാറിന്റെ ചിലവും കാര്യങ്ങളൊക്കെ വരും. സോ അതുകൊണ്ട് എന്തായാലും ഒരു ബീമിന്റെയോ സ്ലാബിന്റെയോ ഏറ്റവും ഡിഫ്ലക്ഷൻ വരുന്നത് സെൻട്രലാണ്. സോ ആ സെൻട്രൽ പോർഷനിൽ ടെൻഷൻ സൈഡിൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. സെയിം ടൈം സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ടോപ്പ് സൈഡിലേക്ക് സ്ട്രെസ് റിവേഴ്സൽ ഉണ്ടാവുന്നത് കൊണ്ട് ടോപ്പ് സൈഡിലേക്ക്, മുകളിലത്തെ സൈഡിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ബാർസ് ബെൻഡപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ആ രീതിക്ക് തന്നെയാണ്. സോ ഇനി പറയാനുള്ളത്, ഈ ബെൻഡപ്പ് ബാറിന്റെ നമുക്ക് ബെൻഡപ്പ് ബാറിന്റെ ആംഗിൾ, ഇപ്പൊ ഇവിടെ ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട് 45 ഡിഗ്രി അല്ലേ. ഈ 45 ഡിഗ്രി ഒരു എക്സാമ്പിൾ ആണ്. 45 ഡിഗ്രിയിൽ കൊടുക്കാം, ചില സമയത്ത് 30 ഡിഗ്രിയിൽ കൊടുക്കാം. അത് ബേസ്ഡ് എന്താണ്, ഒരു ഡിസൈൻ്റെയും സാഹചര്യം, മെമ്പറിന്റെ ലെങ്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 45 ഡിഗ്രിയുടെ കേസിലാണെങ്കിൽ നമുക്ക് ആ ബെൻഡപ്പ് ബാറിന്റെ ബെൻഡപ്പ് പോർഷന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L/4 to L/5 ആണ് അത് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ അതിന്റെ 1/4 മാത്രമേ ഒരു സൈഡിൽ, ഓക്കെ, ഒരു സൈഡിൽ 1/4 to 1/5 മാത്രം ബെൻഡപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മറ്റേ സൈഡിലും ടോട്ടൽ ലെങ്തിന്റെ 1/4 മാത്രം ബെൻഡപ്പ് ചെയ്യുക. ഓക്കെ, നടുക്ക് 4, ഇപ്പൊ ഇവിടെ 4-1, ഇവിടെ 4-1, ഇത് L/4 എന്നാണ് പറയുന്നത് അല്ലേ. L/4 പാർട്ട് ഇവിടെ L/4 പാർട്ട്, ബാക്കി 2L/4 പാർട്ട് നടുക്ക് നിൽക്കണം എന്ന്, ആ രീതിക്ക് മാത്രമേ നമുക്ക് ബെൻഡപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതിന്റെ ഒരു മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു രീതിയുടെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് നോക്കുക, ഈ കേസിൽ എന്താണ്, ഒരു സൈഡ് മാത്രം ബെൻഡപ്പ് ചെയ്യുന്നു, ഈ കേസിൽ അതർ സൈഡ് ബെൻഡപ്പ് ചെയ്യുന്നു. എവിടെയാണോ ബെൻഡപ്പ് ചെയ്ത് കൊടുക്കുന്നത്, സോ ആ ബെൻഡപ്പ് ചെയ്ത പോർഷനിൽ എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L/4 to L/5 ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഇത്രയാണ് പറഞ്ഞത്. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി യൂണിറ്റ് എന്താണ്, വെയിറ്റിലാണ് പറയുന്നത്, അല്ല മാസില, കിലോഗ്രാമിലാണ് പറയുന്നത്. സോ ആ കിലോഗ്രാം അല്ലെങ്കിൽ ക്വിന്റൽ അല്ലെങ്കിൽ ടൺ. ഓക്കെ, സോ ആ ഒരു മാസിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നത്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മൾട്ടിപ്ലൈ ബൈ വോളിയം ചെയ്യുമ്പോൾ മാസ് തന്നെ കിട്ടും. സോ ഡെൻസിറ്റി മൾട്ടിപ്ലൈ ബൈ വോളിയം ആണ് മാസ്. ഓക്കെ, ഡെൻസിറ്റി ബൈ വോളിയം. സോ ഡെൻസിറ്റി നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അറിയാം,
പിന്നെ നമുക്ക് വേണ്ടത് വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്. ഏരിയ നമുക്ക് കണ്ടുപിടിക്കുന്നത് π/4d² അല്ലെങ്കിൽ πr², where r is the diameter of the bar. ഓക്കെ, ഏത് ബാറാണോ യൂസ് ചെയ്യുന്നത്, 16 mm ഡയമീറ്റർ ബാർ ആണെങ്കിൽ ആ ഡയമീറ്റർ π/4d² വെച്ചിട്ട് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഏരിയ മൾട്ടിപ്ലൈ ബൈ ലെങ്ത്, നമുക്ക് ടോട്ടൽ യൂസ് ചെയ്യുന്ന ബാറിന്റെ ലെങ്ത് വേണം. സോ ആ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. സോ നമുക്ക് ഒരു ഏറ്റവും കോർണറിൽ നിന്ന് ചെയ്ത് ടോപ്പിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ലെങ്ത് പല രീതിയിൽ, അത് സ്ട്രെയിറ്റ് ബാർ ആണെങ്കിലോ അല്ലെങ്കിൽ ബെൻഡപ്പ് ബാർ ആണെങ്കിലോ ഒക്കെയുള്ള രീതിയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഡയറക്റ്റ്ലി. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫിഗറിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ നമുക്കൊരു ശരിക്കും രണ്ടും ക്രോസ് സെക്ഷൻ തന്നെയാണ്, രണ്ട് പ്ലെയിനിൽ കട്ട് ചെയ്ത ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ കേസിൽ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ക്രാങ്ക്ഡ് ബാർസ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അവിടെ രണ്ട് സെക്ഷൻ, 1 എന്നൊരു സെക്ഷനും 2 എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ട്. ആ രണ്ട് കാര്യങ്ങളും റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1 എന്ന് ഇതൊരു സ്ട്രക്ചറൽ മെമ്പർ. സ്ട്രക്ചറൽ മെമ്പറിന്റെ 1 എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അതായത് ഇവിടെ 1 ഉണ്ട്. സോ 1ന്റെ കേസിൽ ബോട്ടത്തിൽ എത്ര റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്? 4 അല്ലെ, 4 റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ഉണ്ട്. അതാണ് 4 എണ്ണം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടോപ്പിൽ എത്ര എണ്ണം ഉണ്ട്? 2. പക്ഷെ എൻഡിലേക്ക് വരുമ്പോൾ 2 എന്ന് പറയുന്ന സെക്ഷൻ വരുമ്പോഴത്തേക്കും താഴെ 2 എണ്ണമായി. എത്ര എണ്ണമായി? 2 എണ്ണം. ടോപ്പിൽ 4 എണ്ണം. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന്, ഈ ഒരു സെക്ഷനിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിലെ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഒരു ബാർ താഴെ ഇങ്ങനെ ഹൊറിസോണ്ടലി വന്ന് ടോപ്പിലേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, സോ അതേ ഈ സൈഡിലും അതേപോലെ മുകളിലേക്ക് വന്ന് കട്ട് ചെയ്ത് ഒറ്റ ബാർ തന്നെയാണ്. ഒറ്റ ബാർ എന്ന് വെച്ചാൽ ഒരു താഴെ ഇപ്പൊ ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന 2 ബാർ. ഓക്കെ, ഈ 2 ബാർ എന്ത് ചെയ്തിരിക്കുകയാണ്? ബെൻഡപ്പ് ചെയ്ത് ടോപ്പിലേക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ? ബെൻഡപ്പ് ബാർസ് ആണ്. സോ ഈ കാണിച്ചിരിക്കുന്ന ബാർ തന്നെയാണ് സെക്ഷൻ 2ൽ വന്നപ്പോൾ ഈ നടുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കാര്യം അങ്ങനെ കൊടുക്കുമ്പോൾ സപ്പോർട്ടിൽ വരുമ്പോൾ കംപ്രഷൻസ് ടോപ്പ് സൈഡിൽ, ഓക്കെ, കംപ്രഷൻ സൈഡ് അല്ല, ടോപ്പ് പോർഷനിലേക്ക് ബാർസിന്റെ എണ്ണം കൂട്ടി, സ്പാനിന്റെ മിഡിൽ പോർഷനിൽ ബോട്ടത്തിൽ ബാർസിന്റെ എണ്ണം കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ആ ടെൻഷൻ ക്യാരി ചെയ്യാൻ വേണ്ടി ഏറ്റവും മാക്സിമം ഡിപ്ലഷൻ ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറൽ മെമ്പറിൽ മുകളിൽ നിന്ന് ലോഡ് വന്നാൽ ഇങ്ങനെ ബെൻഡ് ആവില്ലേ? സോ ആ ബെൻഡ് ആകുമ്പം ഏറ്റവും നടുക്കത്തെ ഈ പോർഷനിൽ താഴെയാണ് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ലോഡാണ് വരുന്നതെങ്കിൽ ഈ നടുഭാഗത്തായിരിക്കും ബെൻഡ് കൂടുതൽ അല്ലേ? സോ ബെൻഡ് കൂടുതലാവുമ്പോൾ ഏറ്റവും ബോട്ടം പോർഷനിൽ നടുക്കലത്തെ സ്ഥലത്ത് കൂടുതൽ ബാർസ് വേണം. അതുകൊണ്ട് നമുക്ക് എന്താണ് 4 ബാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നടുക്ക് താഴെയായിട്ട്. സോ പക്ഷെ കുറച്ച് സപ്പോർട്ട് സൈഡിലേക്ക് വരുമ്പോൾ സ്ട്രെസ് റിവേഴ്സൽ ഉള്ളതുകൊണ്ട് സപ്പോർട്ട് ടോപ്പ് സൈഡിലേക്ക് വരുന്നത് കൊണ്ടും നമുക്ക് അവിടെ ബാർസിന്റെ എണ്ണം ടോപ്പ് സൈഡിലാണ് കൂടുതൽ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് നേരത്തെ കാണിച്ച ഫിഗറിനകത്തെ, ഇപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം ഈ താഴെ ഒരു ഫിഗർ. സോ ആ ഫിഗറിൽ ഈ ഫിഗറിനകത്തെ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് പലതരം ബാർസ് ഉണ്ടാവും. സോ ആ ബാർസിന്റെ ഒക്കെ ടോട്ടൽ ലെങ്ത്, നമുക്ക് ലെങ്ത് ആണല്ലോ വേണ്ടത്. സോ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സീരിയൽ നമ്പർ 1, ഇവിടെ ഒരു സിമ്പിൾ ബാർ ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ബാർ. സ്ട്രെയിറ്റ് ലൈൻ ബാറിൽ
എൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതുപോലൊരു ബാർ തന്നു കഴിഞ്ഞാൽ ആ ബാറിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കിട്ടും ഒരു ബീമിൻ്റെ ലെങ്ത് തന്നിട്ട് അതിനകത്തെ ബാർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രീതിക്ക് ഫോളോ ചെയ്യുക. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക ഫിഗറിലേക്ക്. ഇവിടെ ഒരു എൽ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട്, എൽ. ഓക്കെ, ഈ എൽ എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആണ്. സോ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് ആ എൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് മൈനസ് 2 ഇൻറ്റു സൈഡ് കവർ. ദാറ്റ് മീൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു ബീം ഉണ്ടാവുമല്ലോ, ഒരു ബീമിനകത്തിരിക്കുകയാണെന്ന് കരുതുക. സോ ഈ ബോട്ടത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ സ്ട്രെയിറ്റ് ബാർ. ആ ബീമിനകത്തിരിക്കുമ്പോൾ രണ്ട് സൈഡിലും കവർ ഉണ്ട് അല്ലേ? ആ കവർ രണ്ടും കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ ലെങ്ത് കിട്ടത്തുള്ളൂ, അതായത് സ്ട്രെയിറ്റ് ലെങ്ത്, എൻഡ് ടു എൻഡ് ലെങ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ എൻഡ് ടു എൻഡ് ലെങ്ത് മാത്രമല്ല ഈ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ലെങ്ത്. റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ലെങ്ത് കിട്ടണമെങ്കിൽ ഈ എൻഡ് ടു എൻഡ് ലെങ്തിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? ഹുക്കിന്റെ ലെങ്ത് കൂടെ ആഡ് ചെയ്യണം. ഹുക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഹുക്കിന്റെ ലെങ്ത് 9D ആണ്. സോ അങ്ങനെ ഒരു ഹുക്കിന്റെ ലെങ്ത് 9D ആണെങ്കിൽ രണ്ട് സൈഡും വരുമ്പോൾ 9D പ്ലസ് 9D. ഓക്കെ, അങ്ങനെ എൽ പ്ലസ് ആ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ലെങ്ത് എൽ, ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു സ്മോൾ എൽ പ്ലസ് 18D, വേർ സ്മോൾ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, എൻഡ് ടു എൻഡ് ലെങ്ത് ആണ്, അതായത് ബീമിന്റെ സ്ട്രക്ചറിൽ നിന്ന് കവറിന്റെ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ലെങ്ത്, അതാണ് സ്മോൾ എൽ പ്ലസ് 18D ചെയ്ത് കഴിയുമ്പോൾ ലെങ്ത് ഓഫ് ദ റീഇൻഫോഴ്സ്മെന്റ് ബാർ കിട്ടും. അത് ഒരു സിമ്പിൾ ഒരു ബാർ ആണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, രണ്ടാമത്തെ ടൈപ്പ് വരുമ്പോൾ എങ്ങനെയാണ്? രണ്ടാമത്തെ ടൈപ്പ് വരുന്ന സമയത്ത് നോക്കുക, ബെൻഡപ്പ് ബാർ ആണ്. ബെൻഡപ്പ് ബാർ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എൻഡ് ടു എൻഡ് ലെങ്ത് എത്രയാണ്? എൽ. സപ്പോസ് ഒരു സ്ട്രക്ചറിനകത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബീം ഇരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ബീമിനകത്ത് ഇതിരിക്കുമ്പോൾ ബീമിന്റെ ലെങ്ത് എൽ ആണെന്ന് കരുതുക. സോ ആ ലെങ്തിന്റെ കൂടെ, ബീമിന്റെ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ബീമിന്റെ ലെങ്തിൽ നിന്ന് ആ രണ്ട് സൈഡും കവർ കുറയ്ക്കണം. കവർ കുറച്ചിട്ട് കിട്ടുന്ന ആ വാല്യൂ ആണ് ക്യാപിറ്റൽ എൽ. ഓക്കെ, സോ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ ബെൻഡപ്പ് ബാർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ചരിവുണ്ട് അല്ലേ, ബെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ബെൻഡ് ചെയ്തിരിക്കുന്ന ആ ലെങ്തിനെ നമ്മളങ്ങ് സ്ട്രെയിറ്റ് ആക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് ആക്കുമ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വരില്ലേ? ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ ഡാഷ് മൈനസ് എൽ ആണ്. ഓക്കെ, എൽ ഡാഷ് ഇവിടെ ഈ ബെൻഡ് ലെങ്ത് ആണ്, സ്ലാൻഡ് ലെങ്ത് ആണ് എൽ ഡാഷ്. ഈ ഹൊറിസോണ്ടൽ ലെങ്ത് ആണ് എൽ, ബെൻഡിന്റെ ഹൊറിസോണ്ടൽ ലെങ്ത് ആണ് സ്മോൾ എൽ. സോ സ്മോൾ എൽ. സോ അതുകൊണ്ട് തന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് എൽ ഡാഷ് മൈനസ് എൽ എന്ന് പറയുന്നത് ഈ പോർഷന്റെ ലെങ്ത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് എൽ ഡാഷ് മൈനസ് എൽ. സോ ലെങ്ത് ഓഫ് ദ ഹുക്ക് ഓർ ബെൻഡ് ഈസ് ഈക്വൽ ടു 9D പ്ലസ് 9D പ്ലസ് 2 ഇൻറ്റു എൽ ഡാഷ് മൈനസ് എൽ. ഇതെങ്ങനെ വന്നു? 9D എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെ ഹുക്കിന്റെ ലെങ്ത്, രണ്ടാമത്തെ 9D എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹുക്കിന്റെ ലെങ്ത്, 2 ഇൻറ്റു എൽ ഡാഷ് മൈനസ് എൽ എന്ന് പറഞ്ഞാൽ എൽ ഡാഷ് മൈനസ് എൽ എന്താണ്? ഈ ബെൻഡിന് വരുന്ന അഡീഷണൽ ലെങ്ത് ആണ്. നമ്മളിതിപ്പോൾ വളച്ചിരിക്കുന്നതിനെ പിടിച്ച് സ്ട്രെയിറ്റ് ആക്കുമ്പോൾ ഒരു എക്സ്ട്രാ ലെങ്ത് വരില്ലേ? മനസ്സിലായില്ലേ? ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്ന ബെൻഡായിട്ടിരിക്കുന്ന ബാറിനെ പിടിച്ച് വലിക്കുമ്പോൾ ഈ ഒരു എക്സ്ട്രാ ലെങ്ത് കൂടി ഇവിടെ ആഡ് ആവണം. സോ അതാണ് ഈ എൽ ഡാഷ് മൈനസ് എൽ. അങ്ങനെ രണ്ട് ബെൻഡ് ഉള്ളത് കൊണ്ട് 2 ഇൻറ്റു എൽ ഡാഷ് മൈനസ് എൽ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഡി ഡാഷ് കാണിച്ചിട്ടുണ്ട്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ബീം കവർ, അതായത്
നമ്മളിപ്പോൾ ടോട്ടൽ ഡെപ്തിൽ നിന്ന് നമ്മൾ ആ കവർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ട് കുറച്ചിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. സോ ഇതെല്ലാം ലെങ്ത് ഓഫ് ദ ബെൻഡ് ആൻഡ് ഹുക്കാണ്. പക്ഷേ ടോട്ടൽ ലെങ്ത് ഈ ഉപയോഗിച്ചിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ടോട്ടൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് ആദ്യം ഈ ഹൊറിസോണ്ടൽ ക്ലിയർ ലെങ്ത് കൂട്ടുക. ഓക്കെ, L പ്ലസ് എന്ത് ആഡ് ചെയ്യണം? ഇവിടെ ഒരു 90, ഇപ്പുറത്തൊരു 90, ഇവിടെ ഒരു ബെൻഡ് L' മൈനസ് L, ഇവിടെ ഒരു ലെങ്ത് L' - L, അതായത് 2L' - L. ഇനി ഈ L' - L എന്നൊരു വാല്യൂ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇൻ ദ സെൻസ് ഒരു ഫിഗർ ഒരു ഡ്രോയിങ് കിട്ടിക്കഴിയുമ്പോൾ അത് കണ്ടുപിടിക്കുന്നത് കുറച്ച് പാടായതുകൊണ്ട് നമുക്ക് L' - L ഒരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് അത് ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂസ് ആണ്. അതായത് 45 ഡിഗ്രി ആണ് ആംഗിൾ എങ്കിൽ, ബെൻഡിന്റെ ആംഗിൾ എങ്കിൽ അതിന്റെ വാല്യൂ 0.42 D' ആണ്. D' ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫിഗറിൽ. അതേപോലെ ഈ ആംഗിൾ ബെൻഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെങ്കിൽ L' - L എന്ന് പറഞ്ഞാൽ 0.27 D' ആണ്. ഓക്കെ, സോ ഈ ഒരു രണ്ട് വാല്യൂസ് നമ്മൾ ടോപ്പിലത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു L പ്ലസ് 18D പ്ലസ് 0.84 D'. ഇതിങ്ങനെ വന്നു. നിങ്ങൾ മുകളിൽ നോക്കുക, L പ്ലസ് ഇവിടെ 18D പ്ലസ് 9D പ്ലസ് 9D ആണ് 18D പ്ലസ് 0.84 D'. ഈ 0.84 എങ്ങനെയാണ് വന്നത്? 2 ഇൻറ്റു 0.42 D', അതാണ് 0.84 D'. താഴേക്ക് വരുമ്പോഴോ തീറ്റ 30 ഡിഗ്രി ആണെങ്കിൽ ഇത് L പ്ലസ് 18D പ്ലസ് 2 ഇൻറ്റു 0.27 D', അതാണ് 0.54 D' വന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? സോ ഇതാണ് ബെൻഡപ്പ് ബാറിന്റെ ടോട്ടൽ ലെങ്ത്. സോ ഇനി ഏതെങ്കിലും കേസിൽ ടൈ ചെയ്ത് കൊടുക്കുന്ന കേസിലൊക്കെയാണ് നമ്മൾ ഇതൊരു ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഈ കേസിൽ ഹുക്കിന്റെ ലെങ്ത് 12D പ്ലസ് 12D. നേരത്തെ നമ്മൾ 9D കൊടുത്തതിന് പകരം ഈ കേസിൽ 12D പ്ലസ് 12D ആണ്. സോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? B 2B, രണ്ട് B ഉണ്ട്, ഇവിടെ ഒരു B ഉണ്ട്, ഇവിടെ B ഉണ്ട്, ഇവിടെ B ഉണ്ട്. 2B പ്ലസ് 2D പ്ലസ് 24D. 24D എന്ന് പറഞ്ഞാൽ രണ്ട് ഹുക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. സോ ഒരു ഹുക്കിന്റെ ലെങ്ത് ആണ് 12D, രണ്ടാമത്തെ ഹുക്കിന് വീണ്ടും ഒരു 12D, അങ്ങനെ 24D. സോ ഇത് കുറച്ച് പർട്ടിക്കുലർ കേസുകളാണ്. അതായത് ഈ കേസിൽ വൺ സൈഡഡ് ബെൻഡ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ ഹുക്കുണ്ട്, അത് 14D ആയിരിക്കും. ഒരു ഹുക്കിന്റെ ലെങ്ത് 14D, ഇവിടെ ഒരു 14D. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ B പ്ലസ് 2D ഉണ്ട്, 2D പ്ലസ് 28D. 28D എന്ന് പറഞ്ഞാൽ 14D പ്ലസ് 14D ആണ്. അടുത്തത് നേരത്തെ നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഓവർലാപ്പ് വരുന്ന കേസിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 9D പ്ലസ് 9D പ്ലസ് ലെങ്ത് എൻഡ് വരെയുള്ളതാണ്. ലെങ്ത് പ്ലസ് എല്ലാം ഉദ്ദേശിക്കുന്നത് 40D ആണ് കേട്ടോ. 40D എന്ന് ഉദ്ദേശിക്കുന്നത് D എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്, ഡയമീറ്റർ. സോ ടോട്ടൽ ലെങ്ത്, ആ ഫുൾ ലെങ്ത് റീഇൻഫോഴ്സ്മെന്റിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലിയർ ലെങ്ത് ക്യാപിറ്റൽ L പ്ലസ് 18D എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലും ഹുക്കുണ്ട്, രണ്ട് സൈഡിലെ ഹുക്കിന്റെ 18D പ്ലസ് 40D. 40D എന്ന് പറഞ്ഞാൽ ഒരു 40D എന്ന് പറയുന്ന ആ ഓവർലാപ്പിംഗ് ലെങ്ത് ആണ്. 18D എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹുക്കുണ്ട്, ഇവിടെ ഒരു ഹുക്കുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല, എൻഡിൽ ഇവിടെയും രണ്ട് ഹുക്കുണ്ട്, അതായത് സപ്പോസ് ഇവിടെയും ഹുക്ക് ഉണ്ടെങ്കിൽ ആ രണ്ട് 18Dയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഒരു 9D, ഇവിടെ ഒരു 9D, പിന്നെ ഇവിടെ ഒരു 9D, അങ്ങനെ 18D കൂടെ എക്സ്ട്രാ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത് ഓൾട്ടർനേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിറപ്പ് ബാർസ് കൊടുക്കുമ്പോൾ 12D പ്ലസ് 12D, 2B പ്ലസ് 2D പ്ലസ് 24D ആറാമത്തെ കേസിൽ.
ഇത് നേരത്തെ കാണിച്ച ഫിഗർ തന്നെയാണ്. സോ ഇതിനകത്ത് ഓർമ്മ ഉണ്ടെന്ന് കരുതുന്നു. ഓൾറെഡി ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ രണ്ട് കേസ്, ലാസ്റ്റത്തെ രണ്ട് കേസ് എന്ന് പറഞ്ഞാൽ ബെൻഡപ്പ് ബാറിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഒരു സൈഡ് മാത്രം ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ ഡിസൈൻ ആണ്. സോ ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലത്തിന്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് നോക്കാം. ഇതിനകത്തൊരു ബീം തന്നിരിക്കുകയാണ്. ഈ ബീമിന്റെ കേസിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു ബീമിനകത്ത് ബോട്ടം റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്, ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്, സ്റ്റിറപ്പ് ബാർ, പിന്നെ അതിൻ്റെ കൂടെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ബീമിൻ്റെ സ്പാൻ തന്നിട്ടുണ്ട്, ക്ലിയർ സ്പാനും സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. സപ്പോർട്ട് വിഡ്ത്ത് 20 സെൻറ്റിമീറ്റർ, ക്ലിയർ സ്പാൻ 320 സെൻറ്റിമീറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു 4 നമ്പേഴ്സ് 18 ഡയ, 2 നമ്പേഴ്സ് 18 ഡയ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൻറ്ററിൽ 4 നമ്പേഴ്സ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 4 നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 നമ്പേഴ്സ് 18 ഡയ, ഇവിടെ 2 നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ സപ്പോർട്ട്. ഇനി അതല്ല, ടോപ്പ് സൈഡ് ശ്രദ്ധിച്ചു നോക്കിയേ. സെൻറ്ററിൽ എത്ര എണ്ണം ഉണ്ട്? 2 നമ്പേഴ്സ് 8 ഡയ. അതാണ് സെൻറ്ററിൽ 2, രണ്ട് സൈഡിലും 2 നമ്പേഴ്സ് 8 ഡയ. പക്ഷെ ഇവിടുത്തെ 18 ഡയ തന്നെ ടോപ്പിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സെൻറ്ററിൽ പിന്നെയും 2 എണ്ണം കൂടി വന്നത് ടോപ്പിൽ. ഓക്കെ, ബോട്ടത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന അതേ ബാർ തന്നെ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഫിഗറിൽ തന്നിരിക്കുന്നത്. സോ അത് വെച്ചിട്ട് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനും ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ നമ്മൾ കണ്ടുപിടിക്കണം. സോ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഒരു ടേബിളാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. ബാർ ബെൻഡിങ് ഷെഡ്യൂളിനകത്ത് സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ഷേപ്പ്, ലെങ്ത് ഓഫ് ഈച്ച് ബാർ, ഒരു ബാറിൻ്റെ ലെങ്ത്, ഓക്കെ, ലെങ്ത് ഓഫ് ഈച്ച് ബാർ, യൂണിറ്റ്, നമ്പർ ഓഫ് ബാർസ്, ടോട്ടൽ ലെങ്ത്, ടോട്ടൽ വെയിറ്റ്. നമുക്ക് വെയിറ്റിലാണ് അൾട്ടിമേറ്റ് ക്വാണ്ടിറ്റി വേണ്ടത്. ഓക്കെ, സോ ഇവിടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അതിന് മുന്നേ ഒരു കാര്യം ഒന്നുകൂടെ പറയാം, പ്രോബ്ലം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പറയാം. വെയിറ്റിലാണ് നമ്മൾ, അതായത് കിലോഗ്രാമിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. കിലോഗ്രാം, ക്വിൻ്റൽ, ടൺ, ഈ 3 സാധാരണ രീതിയിൽ ഈ 3 ക്വാണ്ടിറ്റീസ് യൂണിറ്റ്സിലാണ് നമ്മൾ സ്റ്റീൽ ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ മാസിലേക്ക് എത്തണമെങ്കിൽ മാസ് കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വോളിയം. ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്കറിയാം. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ ഇൻറ്റു ലെങ്ത്. ഏരിയ എന്ന് പറഞ്ഞാൽ π/4d², where d is the diameter. ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ആ ലെങ്ത് വാല്യൂ ആണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ ടൈപ്പിലെ ഒരുപാട് ബാർസ് ഉണ്ടെങ്കിൽ ഒരു ബാറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്പർ ഓഫ് ബാർസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ ബാർ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ബാറിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ നോക്കിക്കേ, സീരിയൽ നമ്പർ 1, ഫസ്റ്റ് സ്ട്രെയിറ്റ് ബാർ, 18 mm ഡയമീറ്റർ ബാർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 18 mm ഡയമീറ്റർ ബാറിൻ്റെ ലെങ്ത്. ഷേപ്പ് എന്താണ്? ഷേപ്പ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഷേപ്പിൻ്റെ കേസിൽ സ്ട്രെയിറ്റ് ബാർ ആണ്. സോ അതിനുശേഷം ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലെങ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ടോട്ടൽ ലെങ്തിൽ നിന്ന് 320 ആയിരുന്നു ക്ലിയർ സ്പാൻ. 320 നിന്ന് രണ്ട് സൈഡിലും സ്പാനിൻ്റെ സപ്പോർട്ടിൻ്റെ ലെങ്ത് കൂട്ടിയിട്ട് രണ്ട് സൈഡിലും കവർ കുറച്ചു. ഓക്കെ, അപ്പം റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രെയിറ്റ് ലെങ്ത് കിട്ടി. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 18d. d എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബാർ ആണ്. അതാണ് 1.8. 18 mm ഡയമീറ്റർ ബാർ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 384 വാല്യൂ കിട്ടി, 387.4. സോ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 3.874 മീറ്റർ ആണ്. അങ്ങനെ എത്ര ബാർ ഉണ്ട്? സ്ട്രെയിറ്റ് ബാർ 2 ബാർ ഉണ്ട്. ഓക്കെ, സോ ആ കേസിൽ ടോട്ടൽ ലെങ്ത് കിട്ടണമെങ്കിൽ ഈ 3.874 മൾട്ടിപ്ലൈഡ് ബൈ 2. സോ ആ രീതിക്ക് ടോട്ടൽ ലെങ്ത് കിട്ടി. ടോട്ടൽ ലെങ്ത് ഈ ലെങ്ത് മൾട്ടിപ്ലൈ ബൈ വോളിയം, അതാണ് π/4 × d². ഈ മൾട്ടിപ്ലൈ ബൈ ഏരിയ ചെയ്യുമ്പോൾ വോളിയം കിട്ടും. അത് മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി.
ഡെൻസിറ്റി ആണ് 7865 എന്നൊരു വാല്യൂ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. സോ ഈ കേസിൽ ഇപ്പോൾ രണ്ടാമത്തെ ഐറ്റം വന്നിരിക്കുന്നത് 18 mm ഡയമീറ്റർ ബെൻഡപ്പ് ബാർ. സോ ഈ ഫിഗറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സോ ഈ ഫിഗറിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ബാർ ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ആ സ്ട്രെയിറ്റ് ബാറിന്റെ കൂട്ടത്തിൽ ഇടയ്ക്കത്തെ 2 ബാർ ബെൻഡപ്പ് ബാർ ആയിട്ട് ടോപ്പിലേക്ക് പോവാണ്. അതായത് ഈ 2 ബാർ, ഇവിടെ കാണിച്ചിരിക്കുന്ന 2 ബാർസ് എന്തായി, ബെൻഡപ്പ് ബാർ ആയിട്ട് ടോപ്പിലേക്ക് പോയി. സോ ഇവിടേക്ക് പോയിരിക്കുകയാണ് അല്ലേ. സോ അതിന്റെ ലെങ്ത് ആണ് നമുക്കിനി വേണ്ടത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഈ 3.874 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ബാറിന്റെ നീളമാണ്. ആ സ്ട്രെയിറ്റ് ബാറിന്റെ നീളത്തിന്റെ കൂടെ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് എത്രയായിരുന്നു, L + 18D ആണ് അല്ലേ. അപ്പോൾ ബെൻഡപ്പ് ബാറിന്റെ ലെങ്ത് വരുമ്പോൾ L + 18D പ്ലസ് എന്തുകൂടെ അഡീഷണൽ വരും, 2 times L' - L. അതാണ് 0.42, 2 times 0.42 D' അല്ലേ. സോ ആ D' എന്നുള്ള വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. D' എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബീമിന്റെ ഹൈറ്റ് 30 സെന്റിമീറ്റർ. സോ അതിൽ നിന്ന് 2 പ്രാവശ്യം കവർ കുറയ്ക്കുക, 2.5 കുറച്ച് കഴിയുമ്പോൾ 25 സെന്റിമീറ്റർ ആണ് അതിന്റെ ഇൻസൈഡ് ഡെപ്ത്. ഐ മീൻ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് നമ്മൾ പറയുന്ന പോലെ കവർ കുറച്ചിട്ട് കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ്. സോ അതാണ് നമ്മളിവിടെ ക്യാപിറ്റൽ D' എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. സോ 0.42 D' ടൈംസ് 2 times, ഓക്കെ, 2 times 0.42 D' ആണ്. ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ വാല്യൂ 4.084 മീറ്റർ. അങ്ങനെ എത്ര ബാർ ഉണ്ട്, ബെൻഡപ്പ് ബാർ 2 എണ്ണം ഉണ്ട്. സോ അതാണ് 0.2 എന്ന് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ടോട്ടൽ ലെങ്ത് എത്ര വരും, 4.084 മൾട്ടിപ്ലൈഡ് ബൈ 2, അതായത് 8.168 ആണ് ടോട്ടൽ ലെങ്ത്. ആ ടോട്ടൽ ലെങ്തിൽ നിന്ന് വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിനു മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച അതേ രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ലെങ്ത്തിൽ നിന്ന് ഏരിയയിൽ നിന്നും വോളിയത്തിൽ നിന്ന് മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി പ്രൊവൈഡ്സ് ദ മാസ്. സോ ഇവിടെ മൂന്നാമത്തെ ടൈപ്പ് ബാറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ തേർഡ് ടൈപ്പ് ബാർ എന്ന് പറയുന്നത് സ്റ്റിറപ്പ് ഹോൾഡർ ബാർ ആണ്. സ്റ്റിറപ്പ് ഹോൾഡർ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 2 numbers 8 mm ടോപ്പ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതാണ് സ്റ്റിറപ്പ് ഹോൾഡർ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. 8 mm ഡയമീറ്റർ ഉള്ള ചെറിയ ബാറാണ്. സോ അതിനുവേണ്ടി അതിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാനാണ് ടോട്ടൽ 360 എന്ന് പറയുന്നത് 320 + 20 + 20 360 മൈനസ് 2 സൈഡിലും കവർ ഉണ്ട്. സോ കവർ കുറച്ച് കഴിയുമ്പോൾ -2 × 2.5 പ്ലസ് 18D. 18D എന്താണ്, ഈ 360 മൈനസ് 2 × 2.5 വരുമ്പം എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് അല്ലേ, ഇവിടെ 2 സൈഡ് ഹുക്ക് ഉണ്ട്. സോ ആ ഹുക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു സൈഡിൽ 9D ആണ്. അങ്ങനെ പ്ലസ് 9D വരുമ്പോൾ 18D, വേർ D is the diameter. സോ 8 × ഡയമീറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ഒരു ബാറിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. അങ്ങനെ എത്ര നമ്പർ ഉണ്ട്, 2 numbers, 2 നമ്പർ ആണുള്ളത്. സോ 2 × ഈ ലെങ്ത് ചെയ്യുമ്പോൾ 7 ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വെയിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ രീതിക്ക് നമുക്ക് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു ബാർ കൂടി കൺസിഡർ ചെയ്യാനുണ്ട്. ഏതാണ്, സ്റ്റിറപ്പ് ആണ്. ഓക്കെ, സ്റ്റിറപ്പ് ബാർ നോക്കുക. സ്റ്റിറപ്പ് ബാർ 6 mm ഡയമീറ്റർ ആണ്. അതിൻ്റെ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. സോ സ്റ്റിറപ്പ് ബാർ ഇവിടെ ഇതിന് ചുറ്റും റീഇൻഫോഴ്സ്മെന്റ് ബാറിന് ചുറ്റും
പോകുന്ന ബാറാണ്. സോ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ബി വേണം. ഇവിടെ ബി ആൻഡ് സി ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ നമുക്ക് ടോട്ടൽ ലെങ്ത് അല്ലേ വേണ്ടത്, ഹുക്കിൻ്റെ ലെങ്ത് സെപ്പറേറ്റ് കൺസിഡർ ചെയ്യണം. സോ ഈ ബാറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി 2b പ്ലസ് 2c പ്ലസ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹുക്ക് ലെങ്ത് ചെയ്യണം. ഓക്കെ, ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ ബി എന്ന് പറയുന്നത് കൺസിഡർ ഈ ഫിഗർ നോക്കുക. സോ ഈ താഴെ കാണിച്ചിരിക്കുന്ന ക്രോസ് സെക്ഷൻ മിഡ് സ്പാനിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20 ആണ്. 20യിൽ നിന്ന് രണ്ട് സൈഡും കവർ കുറയ്ക്കുക. 20 ബി ഈസ് ഈക്വൽ ടു 20 മൈനസ് 2 ഇൻറ്റു 2.5, അതാണ് 15 എന്ന് പറഞ്ഞത്. ഇതേപോലെ സിയുടെ വാല്യൂ, സി എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? 30 ആണ് ടോട്ടൽ ഔട്ട്സൈഡ് ഡെപ്ത്. 30യിൽ നിന്ന് രണ്ട് സൈഡും കവർ കുറച്ചു. 30 മൈനസ് 2 ഇൻറ്റു 2.5, അതാണ് സിയുടെ വാല്യൂ. ഇനി ആ സിറപ്പ് ബാറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 15 പ്ലസ് 25 ഇൻറ്റു 2, അതായത് 2b പ്ലസ് 2c പ്ലസ് ഹുക്കിന്റെ ലെങ്ത് 24d. 12d ആണ് ഒരു ഹുക്കിന്റെ ലെങ്ത് സിറപ്പിന്റെ കേസിൽ. സോ 24 ഇൻറ്റു 0.6 സെന്റിമീറ്ററിലാണ്. സോ അങ്ങനെ സെന്റിമീറ്ററിൽ കിട്ടി, നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്പർ ഓഫ് ബാർസ് എവിടെയെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ബാർ ഉണ്ടെന്ന് കരുതുക. അതായത് പ്രത്യേകിച്ച് നമ്പർ ഒന്നും പറയാതെ ഇത്ര സ്പേസിങ്ങിൽ ബാർ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ബാർസിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര സ്പാനിലാണോ ഈ ബാർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ സിറപ്പ് ബാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 360 എന്ന് പറയുന്ന, ഇവിടെ നോക്കുക, 360 മൈനസ് 2 ഇൻറ്റു 2.5 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 360 എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്ത്. ഓക്കെ, അതിൽ നിന്ന് രണ്ട് സൈഡും കവർ കുറച്ചു. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ക്ലിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ ഇൻസൈഡ് റീഇൻഫോഴ്സ്മെന്റ് ലെങ്ത് കിട്ടി. ആ റീഇൻഫോഴ്സ്മെന്റ് ലെങ്തിന്റെ ഡിവൈഡഡ് ബൈ 20 ചെയ്തു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ എന്താണ്? 20 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 200 mm, അതായത് അതിനെ നമ്മൾ 20 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. സോ ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോൾ സ്പേസിങ് കിട്ടി. പക്ഷെ +1 കൂടെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, സെന്റർ ടു സെന്റർ സ്പേസിങ് അല്ലേ പറയുന്നത്. സോ അങ്ങ് എൻഡിലെ ബാറിൽ നിന്ന് ഈ എൻഡിലെ ബാറിന്റെ സെന്റർ വരെയുള്ള ലെങ്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സൈഡിലെ ബാറിന്റെ സെന്ററിൽ നിന്ന് ഒരു ഹാഫ് ഒരു സൈഡിലേക്കും, അങ്ങ് അപ്പുറത്തെ എൻഡിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ എൻഡിൽ നിന്ന് അപ്പുറത്തോട്ട് ഒരു ഹാഫും ഉണ്ട് അല്ലേ. സോ രണ്ട് സൈഡും ഒരു ഹാഫും കൂടി വരുമ്പോൾ +1 കൂടി നമ്മൾ ടോട്ടൽ കൺസിഡർ ചെയ്യണം. സോ അങ്ങനെ ടോട്ടൽ 19 ബാർസ് ആണ് അവിടെ ഉള്ളത്. ഒന്നുകൂടെ പറയാം, ഡൗട്ട് വരാൻ സാധ്യതയുണ്ടെന്നറിയാം. അതായത് നമ്പർ ഓഫ് പാർട്സ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പേസിങ് +1. ആ +1 വന്നതിന്റെ റീസൺ ആണ് ചെയ്യുന്നത്. ടോട്ടൽ ലെങ്തിനകത്ത് ലെങ്ത് നമ്മൾ എപ്പോഴും സെന്റർ ടു സെന്റർ അല്ലേ എടുക്കുന്നത്. സോ സെന്റർ ടു സെന്റർ ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ബാർ ഉണ്ടല്ലോ, ഒരു ബാറിന്റെ ഹാഫ് ഒരു സൈഡിലേക്കും വേറൊരു ബാറിന്റെ ഹാഫ് മറ്റേ സൈഡിലേക്കും നമ്മൾ ഒഴിവാക്കിയതാണ് അല്ലെ, സെന്റർ ടു സെന്റർ എടുക്കുമ്പോൾ. സോ അങ്ങനെ സെന്റർ ടു സെന്റർ എടുത്ത് ഒഴിവാക്കിയത് കൊണ്ട് ഒരു ഹാഫും കൂട്ടി ഒരു ബാർ എക്സ്ട്രാ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഈ 19 എന്ന് പറഞ്ഞിവിടെ വന്നത്. സോ ആ 19 ബാറാണ് ടോട്ടൽ സിറപ്പ് ബാറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് രണ്ടും വെച്ചിട്ട് നമ്പർ ഓഫ് ബാർസും ഒരു ബാറിന്റെ ലെങ്തും വെച്ചിട്ട് ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ ലെങ്തിൽ നിന്ന് ടോട്ടൽ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ എല്ലാ ടൈപ്പ് റീഇൻഫോഴ്സ്മെന്റ് ബാറുകളും കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം വെയിറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ വെയിറ്റ് കിട്ടിയതിന് ശേഷം എല്ലാ വെയിറ്റും കൂടി ആഡ് ചെയ്ത ടോട്ടൽ വെയിറ്റ് നമുക്ക് കിട്ടും. സോ ടോട്ടൽ വെയിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് 38.762. സോ കിലോഗ്രാം ആണ്. സോ അങ്ങനെ കിട്ടിയ വെയിറ്റിനെ
നമുക്ക് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ റേറ്റ് അറിയണം. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ റേറ്റ് കോസ്റ്റ് എത്രയാണ്? 55 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ അങ്ങനെ 55 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് അങ്ങനെ 1 കിലോയ്ക്ക് 55 ആണെങ്കിൽ 38.762 കിലോഗ്രാമിന് എത്ര രൂപയാകും എന്ന് കണ്ടുപിടിക്കാം. സോ അങ്ങനെ കണ്ടുപിടിച്ചു. ഒരു 5% എക്സ്ട്രാ കണ്ടിജൻസീസ് കൂടെ വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ ബീമിന് ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ എത്ര പൈസയാകും, എത്ര കോസ്റ്റ് ആകും എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇതാണ് ഒരു ഓവറോൾ രീതി ബാർ ബെൻഡിങ് ഷെഡ്യൂളിൻ്റെ. സോ ഇതിൻ്റെ ഫോർമാറ്റ് നോക്കുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് എങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ആലോചിക്കുക. ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് പലതവണയായിട്ട് ഞാൻ പറഞ്ഞു. നമുക്ക് കിലോഗ്രാമിലാണ് വേണ്ടത്. കിലോഗ്രാമിൽ വേണമെങ്കിൽ അത് മാസ്സാണ്. സോ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റി മൾട്ടിപ്ലൈ ബൈ വോളിയം. ഡെൻസിറ്റി നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. വോളിയം കിട്ടണമെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത്. സോ നമുക്ക് ഏരിയയും വേണം ലെങ്തും വേണം. ഏരിയ എന്ന് പറഞ്ഞാൽ 5/4d². ഇത്ര ഡയമീറ്റർ ബാർ ആണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ക്രോസ് സെക്ഷൻ്റെ. സോ ക്രോസ് സെക്ഷൻ ഉദ്ദേശിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ കട്ട് ചെയ്തിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണ്. സോ ആ ക്രോസ് സെക്ഷൻ നമുക്ക് അറിയാം. സോ പിന്നെ നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. സോ ലെങ്ത് ഓരോ ടൈപ്പ് ബാറിന്റെ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള രീതികൾ പറഞ്ഞു. സ്ട്രെയിറ്റ് ബാർ ആണെങ്കിൽ എങ്ങനെ, ബെൻഡപ്പ് ബാർ ആണെങ്കിൽ എങ്ങനെ, ഹുക്കിന്റെ ലെങ്ത്, ബെൻഡപ്പ് ബാർ വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എത്രയാണെന്നും പിന്നെ സ്റ്റിറപ്പിന്റെ കേസിൽ എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം നമ്മൾ ബീം എന്ന സ്ട്രക്ചറൽ മെമ്പറാണ് നമ്മൾ നോക്കിയത്. ഇനിയിപ്പം സ്ലാബിന്റെ കേസ് വരുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് വരുന്ന സെഷൻസിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.